പ്രിയപ്പെട്ടവരെ, ഈത്തപ്പഴങ്ങളുടെ രാജാവാണ് അജ്വ ഈത്തപ്പഴം. ഈ അജ്വ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു മനുഷ്യൻ, ഒരു സഹോദര സഹോദരി ആരെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ പോലും അന്നത്തെ ദിവസം മുഴുവനും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. മാത്രമല്ല ശരീരത്തിന് തീരാത്ത, തോരാത്ത, വിട്ടുമാറാത്ത പല രോഗങ്ങളും മാറും. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലായി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ. അത്ഭുതം അന്ന് തന്നെ കാണാം. അതിൻ്റെ അത്ഭുതങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വീട്ടിൽ ഒരാൾ ഒരെണ്ണം കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും, ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റി തരട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുസ്ലിമീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയ നിഅമത്തുകളിൽപ്പെട്ട ഒരു അദീമായ നിഅമത്താണ് നമ്മൾ സാധാരണ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഈത്തപ്പഴം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇഷ്ടമാണ്. ഈ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ ഈത്തപ്പഴങ്ങളുടെ രാജാവാണ് അജ്വ ഈത്തപ്പഴം. മദീനത്തെ ഈത്തപ്പഴം അത് ഇഷ്ടമല്ലാത്തവരും അതിനോട് സ്നേഹമില്ലാത്തവരും ഉണ്ടാകില്ല. ഈ അജ്വ ഈത്തപ്പഴങ്ങളുടെ രാജാവാണ്. അതായത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ്. അതിന് വിലയും അതിനനുസരിച്ച് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ അജ്വ ഈത്തപ്പഴം എന്ന് പറയുന്ന ഈത്തപ്പഴങ്ങളുടെ രാജാവ് അത് പതിവായി ഒരാൾ കഴിച്ചാൽ ഒരുപാട് ബെനിഫിറ്റ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നുണ്ട്. അത് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും അജ്വ ഈത്തപ്പഴത്തിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് അതൊക്കെ വിശാലമായിട്ട് പറയേണ്ടതാണ്. ഏതായിരുന്നാലും ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പറഞ്ഞു പോകാം. ഒന്നാമത്തെ ഫസ്റ്റ് വൺ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ അജ്വ ഈത്തപ്പഴം. സാധാ ഈത്തപ്പഴത്തോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നബി നിങ്ങൾ കഴിക്കാറുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ അജ്വ ഈത്തപ്പഴത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പ്രത്യേകമായ അറ്റാച്ച്മെൻറ്റ്, ഒരു പരിഗണന നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഒരു സുന്നത്തായൊരു ഭക്ഷണം എന്ന് പറയാൻ പറ്റുന്നൊരു ഫുഡും കൂടെയാണല്ലോ. ആ ഒരു പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തത്, പെട്ടെന്ന് നമുക്ക് ഊർജം, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഊർജം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഈത്തപ്പഴം. അപ്പോൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഭാഷണം നടത്താൻ പോവുക, ഒരു ഖുത്ബ നടത്താൻ പോവുക, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആരും ആയിക്കോട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അവരവരുടെ ഫീൽഡിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ സാറുമാരൊക്കെ ആണെങ്കിൽ, പിന്നെ അധ്യാപകന്മാരാണെങ്കിൽ അവർ കുട്ടികൾക്ക് സ്റ്റഡി ചെയ്ത് കൊടുക്കാൻ പോവാൻ, ടീച്ച് ചെയ്യാൻ പോവാൻ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പോകാൻ, അതിന് മുന്നോടിയായിട്ട് ഒരു 3 ഈത്തപ്പഴം കഴിച്ചിട്ട്, പ്രത്യേകിച്ച് അജ്വയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയി നോക്കി, നമുക്ക് പ്രത്യേകമായൊരു ഊർജ്ജം ഉണ്ടാവും. ഒരു ഓടി നടക്കാനുള്ള ഒരു റാഹത്ത് വരും. അതൊക്കെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തതാണ് അനീമിയ, വിളർച്ച. ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതല്ലാത്ത ഒരു സമയത്ത് പോലും ഈ വിളർച്ചയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും കുട്ടികളിലുണ്ടാകും. അനീമിയ, വിളർച്ച, രക്തക്കുറവ്, രക്തമില്ലായ്മ, ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ് ഈത്തപ്പഴം. അത് പതിവായി ഉപയോഗിച്ചു പോന്നാൽ ഇതെല്ലാം പരിഹരിച്ചു വരും. മാത്രമല്ല നാലാമത്തെ ഒരു കാര്യം, എല്ലിനും പല്ലിനൊക്കെ നല്ല ബലം ഉണ്ടാവും. അതിനുള്ള കൂടുതൽ ഗുണങ്ങൾ, മഗ്നീഷ്യം, കാൽഷ്യം, ഇതൊക്കെ ശരീരത്തിന് കൂടുതൽ കിട്ടാൻ ഈത്തപ്പഴം കൊണ്ട് കാരണമാകും. അപ്പോൾ എല്ലിനും പല്ലിനൊക്കെ നല്ല ആരോഗ്യം, ബലം ഉണ്ടാവും. അഞ്ചാമത്തെ ഒരു കാര്യം, ഫൈബർ കണ്ടന്റ് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഡൈജഷൻ കൃത്യമായിട്ട്, ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും, അതേപോലെ തന്നെ വൈറ്റമിൻ അബ്സോർബ്, അതായത് വൈറ്റമിൻസ് ശരീരം കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതെല്ലാം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടാകും. വിശപ്പ്, ഭയങ്കരമായ വിശപ്പിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് ശമിപ്പിക്കാൻ, അപ്പോൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും, വിശപ്പിനൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെ പിന്നെ മലബന്ധത്തിൻ്റെ പ്രയാസങ്ങൾ മാറിപ്പോകാൻ, അതേപോലെ തന്നെ കരളിന് ഒരുപാട് ഹെൽത്തിയാണ്, ആരോഗ്യപരമായ ഗുണങ്ങൾ കിട്ടും. ആറാമത്തെ ഒരു കാര്യം, നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. ഈത്തപ്പഴം പതിവായിട്ട് കഴിച്ചു പോന്നാൽ അവരുടെ സ്കിന്ന് കണ്ടാലറിയാം, ആ ഒരു ഭംഗി കണ്ടാലറിയാം, ഈത്തപ്പഴത്തിൻ്റെ ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ ആരോഗ്യമുള്ള തടി, കൊളസ്ട്രോളിൻ്റെ തടിയല്ല, പിന്നെ അമിതമായ ഫാറ്റിൻ്റെ തടിയല്ല, ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകും.
ആരോഗ്യമുള്ള ചില ആളുകളൊക്കെ കണ്ടാൽ നമ്മൾ പറയില്ലേ പടച്ചോനെ കഞ്ഞി കുടിക്കാതെ കിടക്കാണോ, ആ ഒരു രീതിയിലുള്ള ബോഡി അവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ആരോഗ്യമുള്ള ഒരു തടി അവർക്കുണ്ടാവും. അതേപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യമാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യും. ഇമ്മ്യൂണിറ്റി പറഞ്ഞ രോഗം വരാതിരിക്കാനുള്ള കഴിവ്, ഉള്ള രോഗങ്ങൾ പിഴുതു കളയാനുള്ള കഴിവ്. ഈ കഴിവ്, അത്ഭുത കഴിവ് അല്ലാഹു ഈ ഒരു ഫ്രൂട്ടിന് വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴത്തിന്. അപ്പം അങ്ങനെയാണ്. ഇനി അത് പതിവായിട്ട് കഴിക്കുക. പ്രമേഹമുള്ള ആളുകൾക്ക് ഒരെണ്ണം പതിവായിട്ട് കഴിച്ചു എന്നത് കുഴപ്പമില്ല. പിന്നെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് നമുക്കൊന്ന് ഉറപ്പ് വരുത്താലോ, എനിക്ക് പ്രമേഹമുണ്ട്, എത്രയുണ്ട്, ഞാൻ ഒരു ഡേറ്റ്സ് ഒരു ഈത്തപ്പഴം കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമുണ്ടാകില്ല. അതേപോലെ ആരോഗ്യവാനായ കുഴപ്പമൊന്നുമില്ലാത്ത ആളാണെങ്കിൽ 7 ഈത്തപ്പഴം വരെ കഴിക്കാം ഒരു ദിവസം, ഒരു കുഴപ്പമുണ്ടാകില്ല. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ, ഇപ്പോൾ എപ്പോഴും രോഗങ്ങൾ വരുന്ന കുട്ടിയാണ്, എപ്പോഴും അസുഖമാണ് മാറി മാറി ഇങ്ങനെ വരിക. രാവിലെ ഒരു ഡേറ്റ്സ്, അതായത് ഒരു ഈത്തപ്പഴം അവർക്ക് പതിവായി കൊടുത്തു നോക്കി. മുതിർന്നവരാണെങ്കിൽ 3 കൊടുക്കാം, 5 കൊടുക്കാം, വലിയവരാണെങ്കിൽ 7 കൊടുക്കാം. അപ്പോൾ അവരുടെ ഈ നിലവിലുള്ള മാറാത്ത ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറി മാറി വരുന്ന രോഗങ്ങളിൽ നിന്ന് സലാമത്തുണ്ടാവും, ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ, ബ്ലഡ് കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്താൽ നമുക്ക് പ്രത്യേകമായി ഊർജ്ജം ഉണ്ടാകും. അതിൽ ബ്ലോക്ക് വന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നല്ല ഒരു ഫുഡാണ് ഈത്തപ്പഴം. ആ ഈത്തപ്പഴങ്ങളുടെ രാജാവ് അജുവ. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഇത് കിട്ടാൻ കാരണമാകും. അപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നൊരവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. അജ്വ ഈത്തപ്പഴത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വിനീതിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് 2020 നമ്മുടെ ബ്രിട്ടനിൽ നടന്ന ഒരു സംവാദത്തിൻ്റെ സംഭവമാണ്. അതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ നമുക്ക് അവൈലബിളാണ്. ആ സംവാദത്തിൽ നിരീശ്വരവാദികളുമായി ബന്ധപ്പെട്ടൊരു സംവാദമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ട്, അസ്റാറുർ റാഷിദ് എന്ന് പറയുന്ന. ആ സംഭവത്തിന് ശേഷം, ആ ഒരു സംവാദത്തിന് ശേഷം അദ്ദേഹം ഒരുപാട് ഹൈലൈറ്റ് ചെയ്യപ്പെടും. ആ ഒരു സംവാദത്തിന് ശേഷം ഈ അസ്റാറുർ റാഷിദ് എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ, ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഈ സംഭവത്തിന് ശേഷം, ആ സംഭവം കാരണമായി ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വരാനൊക്കെ കാരണമായി. അത്രയേറെ അത്ഭുതകരമായൊരു സംഭവം നടന്നത്. എന്താ നടന്നത്? 2020 ബ്രിട്ടനിൽ നടന്ന ഈ ഒരു സംവാദത്തിൽ ഒരു നവീനവാദികളായ നിരീശ്വരവാദികളിൽപ്പെട്ട ഒരു സ്ത്രീ ഈ അസ്റാറുർ റാഷിദ് ഉൾപ്പെടെ നിൽക്കുന്ന പണ്ഡിതന്മാരോടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥത്തിൽ 5779 നമ്പർ ഹദീസായിട്ട് ഒരു ഹദീസ് വന്നിട്ടുണ്ടല്ലോ, ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഹദീസ്? മൻ തസബ്ബഹ കുല്ല യൗമിൻ 7 തംറാത്തിൻ അജ്വതൻ ലം യളുറുഹു ഫി ദാലിക്കൽ യൗമി സുമ്മുൻ വലാ സിഹ്റുൻ. ഇതാണ് ഹദീസ്. എന്താ ഹദീസിൽ പറയുന്നത്? ദിവസവും പ്രഭാതത്തിൽ 7 അജ്വ ഈത്തപ്പഴം ഒരാൾ കഴിച്ചാൽ ആ ദിവസം അവർക്ക് സുമ്മുൻ, ലം യളുറുഹു സുമ്മുൻ, ഒരു വിഷവും ഏൽക്കില്ല. അതേപോലെ തന്നെ വലാ സിഹ്റുൻ, മാരണ ഏൽക്കില്ല. അങ്ങനെ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൃത്യമായിട്ട് പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ. നിങ്ങൾ ഈത്തപ്പഴം കഴിക്കുന്നവരും കഴിച്ചവരൊക്കെ ആണല്ലോ, എന്നാൽ ഞാൻ വിഷം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ബോട്ടിൽ വിഷം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിക്കാൻ ധൈര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രവചനത്തോട്, അല്ലെങ്കിൽ ഈ ഒരു ഹദീസിനോട് നിങ്ങൾക്ക് വിശ്വസനീയമായി നിങ്ങൾക്ക് ഈമാനി യഖീനുണ്ടോ? ഉറപ്പുണ്ടോ? നിങ്ങൾക്കതിൽ വാസ്തവമാക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ കുടിക്കിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, ആ വിഷം എടുത്തുകൊണ്ട് അങ്ങനെ ഈ മീഡിയ നോക്കി നിൽക്കുന്ന വേളയിൽ, കൃത്യമായ റെക്കോർഡിംഗ് നടക്കുന്ന വേളയിൽ ലൈവായിട്ട് അദ്ദേഹം ആ വിഷം കുടിച്ച് കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് യഖീനാണ്, അത് നിങ്ങളുടെ ഈ വാദത്തിൽ ഞാനത് ശരിവെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് കുടിച്ചു കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിന് ശേഷം ഒരുപാട് പേര് ഈ സംഭവം കാരണമായി ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്ര യഖീനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷത്തിൻ്റെ പിന്നാലെ പോകാനോ വിഷം കുടിക്കാനോ അല്ലേ പറയുന്നത്. പിന്നെ എന്താണ്? അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ആ ഒരു ഹദീസ് എത്ര ഈമാൻ, എത്ര വിശ്വാസത്തോടെ യഖീനോടെയാണ് കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അജ്വ ഈത്തപ്പഴത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് നിസ്സാരമായ അത്ഭുതമല്ല. അത് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക്, അറിഞ്ഞുകൊണ്ട് നമുക്ക് പറ്റൂലല്ലോ, വിഷം പറ്റൂല, അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു പെടുന്ന
ഉറപ്പായിട്ടുണ്ടാകുമല്ലോ. ഭക്ഷണത്തിൽ നിന്നും അല്ലാതെ വായുവിലൂടെയൊക്കെ പോയിസൺ കയറും. ഈ വിഷാംശങ്ങളെല്ലാം നിർവീര്യമാക്കി ശരീരം ആരോഗ്യവതിയാക്കി നിലനിർത്തുന്നതിൽ നമ്മുടെ അജ്വ ഈത്തപ്പഴത്തിന് ഭയങ്കര റോളാണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ കഴിയുമെങ്കിൽ ഒരു അജ്വ ഈത്തപ്പഴം, ഇപ്പോൾ എല്ലാവർക്കും അതിന് ഒരുപാട് കോസ്റ്റ്ലിയാണ് ഉസ്താദെ, അല്ലെങ്കിൽ അതിന് എമൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും. ഒരു അജ്വ ഈത്തപ്പഴമെങ്കിലും ഡെയിലി കഴിക്കുന്നൊരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കഴിയുമെങ്കിൽ 7 എണ്ണം ആരോഗ്യപരമായിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അതുകൂടെ ചേർത്തി മനസ്സിലാക്കുക. അപ്പോൾ അജ്വ ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റുകളാണ് സംസാരിച്ചിട്ടുള്ളത്. അത് നമ്മൾ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്, അവിടുത്തെ ഒരു രീതിയും ശരിയുമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല നെയ്യത്തോടെ നമ്മളൊക്കെ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ലോക ജീവിതത്തിൽ അവൻ വച്ചിരിക്കുന്ന നിഅമത്തുകളൊക്കെ ഉപയോഗിക്കാനും ആ നിഅമത്ത് കൊണ്ട് ഇരുലോകത്തും വിജയം കിട്ടാനും അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله